പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ഇതൊരു പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതൊരു പാനിലോട്ടിട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പൈനാപ്പിളിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, തന്നെ ആ പഞ്ചസാര അലിഞ്ഞിട്ട് ആ വെള്ളത്തിൽ ഇതങ്ങ് വെന്തോളും. കുറച്ചുകൂടെ ഒന്ന് കുക്കായി വരണം. ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി ഇതായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പൈനാപ്പിൾ തണുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു കുറച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെക്കാം. ബാക്കിയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പാത്രത്തിൽ ഒരു കവർ പാലെടുത്ത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് അതൊന്ന് തിളപ്പിക്കാം. തിളയ്ക്കാറായപ്പം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിക്കാം. ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം. തിളയ്ക്കണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി നല്ലതായിട്ട്. ആലും ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് തണുത്തപ്പോഴത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പൈനാപ്പിളിൻ്റെ മിക്സിലേക്ക് ഈ പാലൊഴിക്കാം. പാലും ചൈന ഗ്രാസും കൂടെ ഉള്ള കൂട്ട് അതെല്ലാം മിക്സ് ആകുമ്പം അത് നമുക്ക് ഒരു ട്രേയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രേയിലോട്ട് ഒഴിക്കാം. ഒരു ഗ്ലാസ് ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസാണ്. അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് അതുകൂടെ ചേർത്ത് അതൊന്ന് കുറുക്കിയെടുക്കാം. അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ലെയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂണ് കസ്കസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച പൈനാപ്പിളിൻ്റെ സെറ്റിലേക്ക് ഒഴിക്കാം. അത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൈനാപ്പിൾ നുണ്ട് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ കുറച്ച് നമുക്കിടാം. നമ്മുടെ മൊഞ്ചുള്ള പൈനാപ്പിൾ പുഡിങ് റെഡി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. പുഡിങ് കട്ട് ചെയ്യുവാണ്. റെയ്യു സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പുഡിങ് കഴിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. നല്ല ജെല്ലി പോലത്തെ പുഡിങ്ങാണ്. റെയ്യു സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പുഡിങ് കഴിക്കുകയാണ്.